പ്രിയമുള്ള വിദ്യാർത്ഥികളെ, 8ാം ക്ലാസ് ഗണിതം മാത്തമാറ്റിക്സിന്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും അതിന്റെ ആൻസേഴ്സുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമുക്ക് നോക്കാം മക്കളെ, നിങ്ങൾക്ക് ആക്ടിവിറ്റി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്, പ്രവർത്തനങ്ങളാണ് അല്ലേ. നമുക്ക് നോക്കാം ഒന്നാമത്തെ പ്രവർത്തനം എന്താണെന്ന്. അതാ നല്ല എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വീടിന്റെ ചിത്രം പൂർത്തിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് വച്ചിട്ട് തന്നെ നിങ്ങൾക്ക് വീടിന്റെ ചിത്രം പൂർത്തി ആക്കാവുന്നതാണ്. നോക്കിക്കോളൂ എങ്ങനെയാണ് നമുക്ക് നോക്കാം. വീടിന്റെ ചിത്രം പൂർത്തിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. കറക്റ്റ് ഹാഫ് ആയിട്ട് അല്ലേ, എല്ലാം കോളം വരച്ചിട്ടുണ്ട്. ഇത് വരച്ചിട്ട് നിങ്ങളോട് വീട് പൂർത്തിയാക്കാൻ പറഞ്ഞിട്ടുണ്ട്. വീട് പൂർത്തിയാക്കി നല്ല കളറുകളൊക്കെ കൊടുത്ത് ഭംഗിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ബി ക്വസ്റ്റ്യൻ എണ്ണി എഴുതാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. താഴെ ഒരു രൂപം തന്നിട്ടുണ്ട്. ഈ രൂപത്തിലുള്ള ഷേപ്സുകളൊക്കെ ഏതൊക്കെയാണെന്നൊക്കെ നോക്കിയിട്ട് ആ ഷേപ്സുകൾ എണ്ണം കറക്റ്റായിട്ട് എണ്ണി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യം സർക്കിളാണ് തന്നിരിക്കുന്നത്. ആ സർക്കിളുകൾ ഇങ്ങനെ എണ്ണുക. 3, 4 ഈ കുഞ്ഞു സർക്കിളുകളൊക്കെ നമ്മൾ എണ്ണണം. എന്നിട്ട് ടോട്ടൽ എത്ര സർക്കിൾ ഉണ്ടെന്ന് ഇവിടെ എഴുതാം. അടുത്തത് റെക്റ്റാങ്കിൾ ആണ് അല്ലേ, സമചതുരമാണ് തന്നിരിക്കുന്നത്. സമചതുരം 1, 2 അങ്ങനെ എണ്ണുക. 3, 4, 5, 6 എണ്ണി അവിടെ എണ്ണം എഴുതുക. അടുത്ത് ട്രയാങ്കിൾ ത്രികോണമാണ്. 1, 2 ഏതൊക്കെ ത്രികോണങ്ങൾ എത്ര എണ്ണം ഉണ്ടെന്നുള്ളത് എണ്ണുക, എന്നിട്ട് അവിടെ എഴുതുക. സമചതുരത്തിൽ ഇതൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ടോട്ടൽ എണ്ണി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തത് വിട്ടുപോയ കളം പൂർത്തിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. മുകളിലൊരു മോഡൽ തന്നിട്ടുണ്ട്. ഇത് കണ്ട 3 10s, അപ്പോൾ 3 10s, 4 1s, 4 1s, 4 ഒന്നുകൾ അല്ലേ. അതുപോലെ നോക്കിയേ, ഒരു 10 ഉള്ളൂ. എത്ര 1s ഉണ്ട്? 4 1s, അപ്പം 14. 2 ഇനി നോക്ക്, 2 10 ഉള്ളൂ. 2 10, ഇനി എത്ര 1s ഉണ്ട്? 3 1s, അപ്പം 3 1 ഇടുക. ഇനി നോക്കിയേ, എത്ര 10s ഉണ്ട്? 4 10s ആണ്. അപ്പോൾ 10 10 4 10 എഴുതണം. 4 1s 44. അടുത്ത് നോക്കൂ, എത്ര 1s ഉണ്ട്? 6 1s ആണുള്ളത്. അപ്പോൾ എത്ര 10s ഉണ്ടാവും? 3 10s ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം 36. അപ്പോൾ ഇതാണ് ഉത്തരമായിട്ട് വരുന്നത്. ഇനി നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ഈ സംഖ്യകളെ ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതാനാണ്. ചെറിയ സംഖ്യ ഏതാണ്? 14, 14. സെക്കൻഡ് ഏതാണ്? 23. അതിനുശേഷം വരുന്നത് 34 അല്ലേ. 34, 36, 44. ആ ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത് ഞാൻ ആരെന്ന് ചെടിച്ചട്ടിയിൽ എഴുതൂ, എന്നെക്കുറിച്ച് പൂക്കളിൽ എഴുതുകയും വേണം. ഇവിടെ ആരാ പറഞ്ഞിരിക്കുന്നത്? 31നും 33നും ഇടയിൽ. ആരാണ്? 32 ആണ്. 30നേക്കാൾ 2 കൂടുതൽ. 30 + 2 32 അല്ലേ. 10 + 10 + 10 + 2 32. 36നേക്കാൾ 4 കുറവ്. 36 - 4 എത്രയാണ്? 36 - 4 എത്രയാണ്? 32. അപ്പം ചെടിച്ചട്ടിയിൽ എഴുതണം ആരാണ്. അപ്പോൾ 32നെ കുറിച്ച് അവിടെ എഴുതുകയും വേണം. അതാണ് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാം. നെക്സ്റ്റ് പ്രവർത്തനം 4, കണ്ടെത്താം എഴുതാം. അടുത്തടുത്ത സംഖ്യകളിൽ വിട്ടുപോയവ എഴുതി ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. 99, 100, 101. അപ്പം അടുത്ത് നോക്കിയാൽ 121. അപ്പം 121ന് മുമ്പുള്ള സംഖ്യ എത്രയാണ്? 120. അതിന് ശേഷമുള്ളത് 122. 150ന് തൊട്ട് മുമ്പുള്ളത് 149 അല്ലേ. 149 മുമ്പുള്ള സംഖ്യകൾ. ഇനി പൂർത്തിയാക്കാം. ഈ പാറ്റേൺ പൂർത്തിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. 110, 120, 130. അടുത്ത എത്രയാണ്? 140. അടുത്ത എത്രയാണ്? 150. 160, 150, 140 ബാക്കിലേക്കാണ്. അപ്പം 130, 120. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കും മക്കളെ. യോജിച്ചവ വരച്ച് ചേർക്കാനാണ്. സ്ഫിയർ ഏതാണ്? ബോളാണ്. റെക്റ്റാങ്കിൾ ഷേപ്പ് ബിസ്ക്കറ്റ് ആണ്. അടുത്ത ഷേപ്പ്. ഇങ്ങനെ ഷേപ്സ് യോജിച്ചവ കൂട്ടിച്ചേർത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് അടുത്തത് ആരാണ്? ഈ പാറ്റേൺ നോക്കിയിട്ട് ഇതിൻ്റെ അടുത്തത് ആരാണെന്ന് ഇങ്ങനെ കണ്ടുപിടിക്കാൻ. ഇവിടെ വരുന്നത് ആരാണെന്ന് കണ്ടുപിടിക്കാനാണ്. ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി ആണ്. അടുത്തത് നമുക്ക് നോക്കാം. കൂട്ടത്തിൽ പെടാത്തതിൻ്റെ ചുറ്റും വട്ടം വരയ്ക്കുക. ആരാണ്? ഇതാണ് അല്ലേ. ഷേപ്പ് വ്യത്യാസം വന്നു. കൂട്ടത്തിൽ പെടാത്തതിന് ചുറ്റും വട്ടം വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായി ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ദെൻ സീ യു അഗെയിൻ. താങ്ക് യു.